ഓക്കെ ഡിയേഴ്സ്, നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കോമ്പണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഓർ ഡൈമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ കോമ്പണൻസ് ഓർ ഡൈമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉദ്ദേശിക്കുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡൈമെൻഷൻസ് ഓർ കോമ്പണൻസ്. അതിൽ ഫസ്റ്റ് നമ്മൾ എക്കണോമിക് എൻവയോൺമെൻറ്റ്. എക്കണോമിക് എൻവയോൺമെൻറ്റ് സർട്ടൻ ഫോഴ്സസ് ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ സർട്ടൻ ഫോഴ്സസ് ആണ് എക്കണോമിക് എൻവയോൺമെൻറ്റ്, അല്ലേ? അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഓരോ ബിസിനസ് സ്ഥാപനങ്ങളെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ്സിലെ ഫാക്ടേഴ്സുകൾ? ഇറ്റ് ഇൻക്ലൂഡ്സ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പം GDP ഒരു രാജ്യത്തിലെ ടോട്ടൽ, ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അതിൻ്റെ ആ ടോട്ടൽ വാല്യൂ ആണ് ആക്ച്വലി GDP. അപ്പോൾ GDP ആണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഗ്രോത്ത്, എത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ട് എന്ന് നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സംഖ്യയാണ് ആക്ച്വലി രാജ്യത്തിൻ്റെ ഗ്രോത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ GDP കൂടുന്നതിനനുസരിച്ചും GDP കുറയുന്നതനുസരിച്ചൊക്കെ തന്നെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ആ ഘടകങ്ങൾ തന്നെ ഏതിലാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? എക്കണോമിക് എൻവയോൺമെൻറ്റിലാണ്, അല്ലേ? ദെൻ ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ ഒക്കെ തന്നെ ബിസിനസ്സിൽ ഇൻഫ്ലേഷൻ റേറ്റ് അപ്പോൾ കൂടി വരികയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ലേബേഴ്സിൻ്റെയും ബിസിനസ്സിൻ്റെ കോസ്റ്റുകളും റോ മെറ്റീരിയൽസിൻ്റെയും ഒക്കെ തന്നെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വിനിയോഗിക്കേണ്ട ചെലവ് അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് ഒരു ഘടകമാണ്. വാല്യൂ ഓഫ് റുപ്പീസിൻ്റെ വാല്യൂ, ഇന്ത്യൻ കറൻസി അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ കറൻസീൻ്റെ വാല്യൂ ഒക്കെ തന്നെ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ വാല്യൂ ഓഫ് റുപ്പീസ്, ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്കുകൾ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, ലോണിൻ്റെ മുകളിൽ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലെങ്കിൽ മറ്റുള്ള ഡെപ്പോസിറ്റ്സുകളുടെ മുകളിൽ ബാങ്കുകൾ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെ തന്നെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ആൻഡ് ഓൾസോ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ്, ഇറ്റ് ഓൾസോ അഫക്റ്റ് ദ ബിസിനസ്. അപ്പം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 30 കമ്പനീസിൻ്റെ, ലീഡിങ് 30 കമ്പനീസിൻ്റെ ആണ് ആക്ച്വലി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കാക്കുന്നത്. അതേപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടോപ്പ് ലെവലിലുള്ള 50 കമ്പനീസിൻ്റെ, ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 50 കമ്പനീസിൻ്റെ ഷെയർസുകളൊക്കെയാണ് അതിനു വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് റേറ്റ്, ഗവൺമെൻറ് ടാക്സ് റേറ്റ്, ഈ ഫാക്ടേഴ്സുകളൊക്കെ തന്നെ ഏത് എൻവയോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നതാണ്? എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നതാണ്. എന്താണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോഴ്സസ് റിലേറ്റിംഗ് ടു സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് ഇന്നൊവേഷൻസ്. സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് ഇന്നൊവേഷൻസ് അടങ്ങിയ ഫോഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ദീസ് സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ്സും ഇന്നൊവേഷൻസുകളൊക്കെ തന്നെ ഇറ്റ് ലീഡ്സ് ടു പ്രൊവൈഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ലീഡ്സ് ടു new ways and methods for providing goods and services and new techniques. അപ്പോൾ ഇതിലേക്കൊക്കെ തന്നെ ഇത് ലീഡ് ചെയ്യും. അപ്പോൾ ബിസിനസ് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചു, ബിസിനസ്സിന് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു എൻവയോൺമെൻറ്റിലൂടെ തന്നെ സംഭവിക്കുകയാണ്. ടെക്നോളജി ഡേ ബൈ ഡേ ഇറ്റ് ഈസ് ചേഞ്ചിങ്. അപ്പോൾ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ഓരോ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ബിസിനസ്സും ന്യൂ വേസിലേക്ക്, ന്യൂ മെത്തേഡ്സിലേക്ക്, ന്യൂ ടെക്നോളജിയിലേക്ക്, ന്യൂ ടെക്നിക്സിലേക്ക്, പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനും ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാനൊക്കെ തന്നെ ന്യൂ മെത്തേഡ്സിലേക്കൊക്കെ അവരെയൊക്കെ എത്തിച്ചത് ഒക്കെ തന്നെ ഈ എൻവയോൺമെൻറ്റ് കാരണത്താലാണ്. ഓക്കെ, ഇതാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് എൻവയോൺമെൻറ്റ് നമ്മുടെ ബിസിനസ് അഡോപ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ആണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റ്സ് ഈസ് കണക്റ്റഡ് വിത്ത് സോഷ്യൽ ഫാക്ടേഴ്സുകളാണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സോഷ്യൽ ഫാക്ടേഴ്സ് ഓർ സോഷ്യൽ ഫോഴ്സസ്. അപ്പം ഒരു രാജ്യത്തിലെ, ഒരു റീജിയനിലെ സൊസൈറ്റീൻ്റെ എക്സ്പെക്റ്റേഷൻസ്, ഈ സോഷ്യൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെട്ടതാണ്. സൊസൈറ്റീസ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, ഒരു രാജ്യത്തിലെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, ഒരു രാജ്യത്തിലെ ലൈഫ് സ്റ്റൈൽ, ഒരു രാജ്യത്തിലെ ട്രെൻഡ്സ്, ന്യൂ ട്രെൻഡ്സ്, ഒരു റീജിയനിലെ സെർട്ടൺ പീപ്പിൾസിൻ്റെ വാല്യൂസുകൾ, ആൻഡ് ഓൾസോ ആ പീപ്പിൾസുകളുടെ ലിറ്റററി റേറ്റ്സ്. അപ്പോൾ ഇതൊക്കെ തന്നെ
സോഷ്യൽ ഫാക്ടേഴ്സുകളാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സിൻ്റെ ബേസിലൊക്കെ തന്നെ ബിസിനസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണോ സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്താണോ സോഷ്യൽ ട്രെൻഡ്, എന്താണോ വാല്യൂസുകൾ, അതിനനുസരിച്ച് ബിസിനസ്സിൻ്റെ പ്രോഡക്ട്സുകൾക്കും ബിസിനസ്സിൻ്റെ സർവീസുകളൊക്കെ തന്നെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ദിസ് പോസ് ഇൻക്ലൂഡ്സ് ദ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അതിൻ്റെ ബേസിൽ ബിസിനസ്സിൻ്റെ പോസിറ്റീവ്സുകളും ബിസിനസ്സിൻ്റെ നെഗറ്റീവ്സുകളും ഒക്കെ തന്നെ സംഭവിക്കാം. അപ്പോൾ ഈ ഫാക്ടേഴ്സ് അതിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ഓൾസോ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ബിസിനസ്. അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസുകളൊക്കെ തന്നെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ മിഷനറീസ്. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ്സും ഈ ബിസിനസ്സിനെ വല്ലാണ്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫാക്ടേഴ്സുകളും എന്തിൽ ഉൾപ്പെട്ടതാണ്? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെട്ടതാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോമ്പണൻസ് ആണ്, ഓർ ഡയമെൻഷൻസ്. നെക്സ്റ്റ് ആണ് ലീഗൽ എൻവയോൺമെൻറ്റ്. Legal environment means it is those forces which is based on certain legislations. അപ്പോൾ ഒരുപാട് ലെജിസ്ലേഷൻസ് നിർമ്മിക്കപ്പെടുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇറ്റ് ഈസ് പാസ്ഡ് ബൈ ഗവൺമെൻറ്, ഇറ്റ് ഈസ് പാസ്ഡ് ബൈ പാർലമെൻറ്റ്, ഇറ്റ് ഈസ് പാസ്ഡ് ബൈ കോർട്ട് ജഡ്ജ്മെൻറ്റ്. ഒരു കോടതിയുടെ ജഡ്ജ്മെൻറ്റിലൂടെ ഒരു പുതിയ നിയമം വരാം, പാർലമെൻറ്റിലൂടെ പുതിയ നിയമം പാസ്സാക്കാം, ഗവൺമെൻറ് തന്നെ പല ഓർഡിനൻസിലൂടെ സർട്ടൻ നിയമങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാം. ആൻഡ് ഓൾസോ വാരിയസ് കമ്മീഷൻസ്, പല കമ്മീഷൻസുകളുണ്ട്, ആ കമ്മീഷൻസുകളിലും ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരാനുള്ള പവേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഏജൻസീസ്, കമ്മീഷൻസ് ആൻഡ് ഏജൻസീസ്. ഇതാണ് ലീഗൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ലീഗൽ എൻവയോൺമെൻറ്റിൽ വരുന്ന എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ട്രേഡ് മാർക്സ് ആക്ട് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും അത്തരം കമ്പനീസിന്, അത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു യുണീക്ക്നെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ട്രേഡ് മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ട്രേഡ് മാർക്സ് ആക്ടിൽ വരുന്നതാണ്. ആൻഡ് ഓൾസോ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, എല്ലാ ജനങ്ങളിലേക്കും പ്രൊഡക്റ്റ് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരിലേക്കും അത് എത്തിക്കപ്പെടുക, അത് ആൻഡ് ഓൾസോ ചൂഷണങ്ങൾക്കൊക്കെ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുക, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്റ്റിൽ സർട്ടൻ പ്രോഡക്ട്സുകൾ ഉൾപ്പെടുത്തും, അല്ലേ? അപ്പോൾ സാനിറ്റൈസറും മാസ്കും ഒക്കെ തന്നെ റീസെൻ്റ്ലി എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിലേക്ക് അത് എത്തുക, അതിൻ്റെ പൂഴ്ത്തിവെപ്പ് ഇല്ലാതാക്കുക, അതിൻ്റെ ബ്ലാക്ക് മാർക്കറ്റിംഗ് അവോയ്ഡ് ചെയ്യുക, ഇതൊക്കെയാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൻ്റെ ലക്ഷ്യങ്ങൾ. ജനങ്ങളിലേക്ക് അത് എത്തുക എന്നുള്ളതാണ്, നോർമൽ റേറ്റിൽ, ഫെയർ റേറ്റിൽ. അതിനാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. അതൊരു നിയമമാണ്. ഈ നിയമത്തിനനുസരിച്ചായിരിക്കണം ഏത് കമ്പനിയാണോ ഏത് ഫേമാണോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരുടെ പ്രൊഡക്റ്റ് ഈ കമ്മോഡിറ്റീസ് ആക്റ്റിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ ആ നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം ആ കമ്പനി ആക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ഥാപനം ആക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ട്രേഡ് ആവട്ടെ, മാനുഫാക്ചറിങ് ആവട്ടെ. ആൻഡ് ഓൾസോ സ്റ്റാൻഡേർഡ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട്. അപ്പം ഒരു സ്റ്റാൻഡേർഡ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്റ്റുകളുണ്ട്. അപ്പം അളവും തൂക്കവും ഒക്കെ തന്നെ പരിഗണിക്കുന്ന ആക്റ്റാണ്, നിയമമാണ്. അതിൻ്റെ ബേസിൽ അത് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും തന്നെ പാടില്ല. ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ഓരോ ഇൻഡസ്ട്രീസിനെയും ഡെവലപ്പ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ, അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ബിസിനസ്സിന് അവരുടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കൺസ്യൂമേഴ്സിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുണ്ട്. അപ്പോൾ കൺസ്യൂമേഴ്സിനെ പരിഗണിക്കുന്ന ഒരു ആക്റ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ കൺസ്യൂമേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബിസിനസ്സിന് ആക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, all these are concerned under legal environment. So these are the various dimensions or components of business environment. Okay.